അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഡിജിറ്റൽ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ഡിജിറ്റൽ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം. അപ്പോൾ നമ്മുടെ ഒരു ഹ്യൂമൻ ബീങ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സാധാരണ രീതിയിൽ കോമൺ ലൈഫിൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം എന്താണ്? ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. ഓക്കെ, ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റം അതിൻ്റെതായ ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം നമ്മുടെ കയ്യിലൊക്കെ 10 വിരലാണ്, ഫിംഗേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിലാവാൻ ചിലപ്പോൾ അവിടെ 10 എന്ന് പറയുന്ന ആ ഒരു നമ്പർ അവിടെ കോമൺലി അവിടെ യൂസ് ചെയ്ത് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കേസ് അവിടെ പറയുന്നുണ്ട്. സോ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പുറമെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ലോജിക്കൽ സിസ്റ്റംസ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് മാത്രമല്ല, മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു ഡിജിറ്റൽ കമ്പ്യൂട്ടർ സിസ്റ്റംസ് അല്ലാതെ തന്നെ അനലോഗ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്തരത്തിലുള്ള ബൈനറി നമ്പർ സിസ്റ്റവും ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റവും ഒക്കെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ നമ്പർ സിസ്റ്റത്തിലും എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് അതിന്റെ ബേസിസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ നമുക്കിവിടെ 10 ബേസിസ് ആണ് വരുന്നത്. ഓക്കെ, ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 10 ബേസിസ് വരുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ ബൈനറി നമ്പർ സിസ്റ്റം ആണെങ്കിലോ, ബൈനറി നമ്പർ സിസ്റ്റം ആണെങ്കിൽ അതിലവിടെ നമുക്ക് ബേസിസ് വന്നിട്ട് 2 ആണ്, അല്ലെങ്കിൽ റാഡിക്സ് വന്നിട്ട് 2 ആണ്. കാരണം അവിടെ 0യും 1 മാത്രമാണ് അതിന്റെ ഇൻക്ലൂഡ് ചെയ്ത നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ അത്യാവശ്യം നമുക്ക് അവിടെ 16 നമ്പേഴ്സ് വരുന്നുണ്ട്. അത് 0 മുതൽ 9 വരെ നോർമൽ നമ്പേഴ്സും അതിനുശേഷം 10 മുതൽ 15 വരെ നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ്? എഫ് വരെ, ജി ഇല്ല, എഫ് വരെ നമ്മളിവിടെ കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് എന്തായിരിക്കും? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ റാഡിക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അവിടെ 16 ആണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, 16 ആണ് അവിടുത്തെ റാഡിക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം നമ്മൾ അവിടെ പഠിച്ചിരുന്നു. ഇനി ഓരോ നമ്പർ സിസ്റ്റത്തിൽ നിന്നും നമുക്ക് മറ്റ് നമ്പർ സിസ്റ്റത്തിൽ കൺവേർഷൻ ചെയ്യേണ്ടി വരും. നമ്മുടെ ഇപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ ആണെങ്കിൽ അവിടെ സെവറൽ സർക്യൂട്ട്സ് ഒക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്തോളും? ഇത് കൺവേർട്ട് ചെയ്തോളും, അല്ലെങ്കിൽ സർട്ടൻ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. ബട്ട് നമുക്ക് നോർമലി നമുക്കിപ്പോൾ ഒരു ആവശ്യം നമുക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റുള്ളൂ? നമ്മുടെ ആവശ്യം നമ്മൾ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാം, ബട്ട് എന്നാൽ നമ്മൾ കാൽക്കുലേഷൻസ് എന്ത് ചെയ്യണം? അവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമ്മുടെ കാൽക്കുലേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്കൊരു കൺവേർഷൻ ചെയ്യാൻ പറ്റും. ബട്ട് എന്നാലും നമ്മൾ എങ്ങനെയാണ് ഈ കൺവേർഷൻ ചെയ്യുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ഇനി കൺവേർഷൻ ബിറ്റ്വീൻ 2 നമ്പർ സിസ്റ്റം ആണ്. ഓക്കെ, എന്താണ് കൺവേർഷൻ ബിറ്റ്വീൻ 2 നമ്പർ സിസ്റ്റം. ഓക്കെ, കൺവേർഷൻ ബിറ്റ്വീൻ 2 നമ്പർ സിസ്റ്റം, രണ്ട് നമ്പർ സിസ്റ്റം തമ്മിലുള്ള കൺവേർഷൻസ്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ ഫസ്റ്റ് വരുന്നത് നമ്മൾ ഡെസിമൽ നമ്പറിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്താണ്. ഓക്കെ, എന്താണ്? ഡെസിമൽ ടു ബൈനറി. ഓക്കെ, അപ്പോൾ നമ്മൾ തൊട്ട് മുൻപേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവിടെ എന്ത് പഠിച്ചു? ബൈനറി നമ്പറിനെ എങ്ങനെ ഒരു ഡെസിമലിലോട്ട് മാറ്റാം എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അതൊരു സിമ്പിൾ മെത്തേഡ് ആയിരുന്നു. എന്താണ്? എത്ര അതിന്റെ ബേസിസ് വരുന്നുണ്ടോ, ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ വാല്യൂസ് ടു റൈസ് ദ പവർ കൊടുത്താൽ മതി, നമുക്ക് എന്ത് കിട്ടും? അവിടെ ഔട്ട്പുട്ട് കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് 1101 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പറിനെ ഡെസിമലിലോട്ട് മാറ്റണമെങ്കിൽ, ഓക്കെ, ഇതിനെ ഡെസിമലിലോട്ട് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3 ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, ബാക്കി അവിടെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. സോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് 2 raised to 0 1 കിട്ടും, 1 into 1 1 വരും, പ്ലസ് ഇവിടെ 0 ആണ്, 0 വരുന്നുണ്ട്. ബാക്കി ഇവിടെ 2 raised to 8, ദെൻ ബാക്കി എന്ത് വരുന്നുണ്ട്? ഇവിടെ ഒരു 2 raised to 1, ഓക്കെ, 2 raised to 1 2, ഓക്കെ, 2 raised to 0 1 വരും, 2 raised to 1 2 വരും, പക്ഷെ അത് 0 ആയിട്ട് പോകും. ഓക്കെ, ടോട്ടലി ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 4 8, ഓക്കെ, അപ്പോൾ 8 + 9 + 4 എത്ര വരും? വിച്ച് ഈസ് ഈക്വൽ ടു 30 നമുക്കിവിടെ ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 1101 എന്ന് പറയുന്നത് അതിന്റെ ഇക്വലന്റ് ഡെസിമൽ നമ്പർ എത്രയാണ്? ബൈനറി ഇക്വലന്റ് ഡെസിമൽ നമ്പർ ദാറ്റ് ഈസ് നമുക്ക് 13 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കൺവേർഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ സാധാരണ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഒരു 5 എന്ന് പറഞ്ഞ ഡെസിമൽ നമ്പറിനെ ബൈനറിലോട്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ പറ്റത്തില്ല. അവിടെ നമ്മൾ ചെയ്യുന്ന പ്രോസസ് ആണ് സക്സസീവായി നമ്മൾ എന്ത് ചെയ്യണം? ഡിവിഷൻ പെർഫോം ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ ഏത് നമ്പർ സിസ്റ്റത്തോട്ടാണ് മാറ്റേണ്ടത് അതിന്റെ ബേസിസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? സക്സസീവ് ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് 46 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പർ ഉണ്ട്. ഓക്കെ, ഡെസിമൽ നമ്പർ നമ്മൾ സാധാരണ ഡെസിമൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സഫിക്സിൽ കാണിക്കാം, ഇല്ലാതെ കാണിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ സാധാരണ ഡെസിമലിൽ കാണിക്കാറില്ല, കാരണം നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ബൈനറി എഴുതുന്ന സമയത്തും ഹെക്സാക്ക് എഴുതുന്ന സമയത്ത് അത്യാവശ്യം അങ്ങനെ കാണിക്കുന്നത് കുറച്ചുകൂടി നമുക്ക് ഐഡന്റിഫിക്കേഷൻ എളുപ്പമായിരിക്കും. ഓക്കെ, അതാണ് എൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണ്? ബൈനറി ടു ഡെസിമൽ ടു ബൈനറി സിസ്റ്റം കൺവേർഷൻ നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഡെസിമൽ ടു എ ബൈനറി
കൺവേർഷൻ. അപ്പോൾ 46 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിനെ എനിക്ക് എന്ത് ചെയ്യണം? ഐ ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു ബൈനറി ഇക്വലന്റ്. ഓക്കെ, ഇതിന്റെ ബൈനറി ഇക്വലന്റ് എനിക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സോ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇപ്പോൾ എനിക്ക് ബൈനറിയിലോട്ടാണ് മാറ്റേണ്ടത്. ബൈനറിയുടെ റാഡിക്സ് എനിക്കറിയാം, ബേസിസ് എനിക്കറിയാം 2 ആണ് എന്ന് പറയുന്നത് ബൈനറിയുടെ ബേസിസ് എന്ന് പറയുന്നത്. സോ അതിന്റെ ബൈനറിയുടെ ബേസ് ആയ 2 കൊണ്ട് എന്ത് ചെയ്യാം? സക്സസീവ് ആയിട്ട് അവിടെ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ ഡിവിഷൻ പെർഫോം ചെയ്യാം. ഇപ്പോൾ 46/2 എത്ര കിട്ടാം? 46/2 ചെയ്യുന്ന സമയത്ത് 4 2 3 വരും. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കേണ്ടത് ഇവിടെ എന്തെങ്കിലും റിമൈൻഡർ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, സാധാരണ ഡിവിഷൻ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. 46/2. ഓക്കെ, അപ്പോൾ 2 times 2 2 3 വരും, 6 വരും, റിമൈൻഡർ 0. സോ ഇവിടെ റിമൈൻഡർ ഇല്ല. റിമൈൻഡർ ഇല്ലാത്തതുകൊണ്ട് തന്നെ റിമൈൻഡർ എന്ത് ചെയ്യണം? ഇല്ലാന്ന് എഴുതാൻ പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? 0 എന്ന് പറഞ്ഞ് ഇവിടെ കാണിക്കണം. ഓക്കെ, അപ്പോൾ ഡിവിഷൻ പെർഫോം ചെയ്യുക. ഡിവിഷൻ പെർഫോം ചെയ്ത റിസൾട്ടിൽ എന്തെങ്കിലും റിമൈൻഡർ ഉണ്ടെങ്കിൽ അതിന്റെ സൈഡിൽ എഴുതുക. ഓക്കെ, ഈ ഒരു രീതിക്ക് എഴുതാം. നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ എഴുതി പോകുന്നത് ഈ ഒരു മെത്തേഡാണ്. ഓക്കെ, 46/2 ചെയ്യുമ്പോൾ നമുക്കിവിടെ 23 വരും. ഇവിടെ 0 റിമൈൻഡർ. ഓക്കെ, ഇങ്ങനെ എഴുതി പോയാലും മതി. ഇല്ലെങ്കിൽ ഇങ്ങനെ സാധാരണ ഡിവിഷൻ കാണിച്ചും പോവാം. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യുക? ഈ 23നെ ഇവിടെ കൊണ്ടുവരിക, താഴെ കൊണ്ടുവരിക. 23നെ കൊണ്ടുവന്നിട്ട് 23നെ അടുത്ത് ഡിവൈഡ് ചെയ്യുക. സക്സസീവ് ഡിവിഷൻ ആണ്. ഓക്കെ, അതായത് നമ്മുടെ അതിൽ റിമൈൻഡർ 0 എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? റിമൈൻഡർ 0 1 എത്തുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ആ ഒരു ഡിവിഷൻ നമ്മൾ അവിടെ പെർഫോം ചെയ്യണം. ഓക്കെ, ഡിവിഷൻ അവിടെ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് 1 എത്തുന്നത് കേട്ടോ, 1 0 എത്തുന്നത് നമുക്ക് അവിടെ ഡിവിഷൻ പെർഫോം ചെയ്യണം. ഓക്കെ, കോഷ്യന്റ് 0യും റിമൈൻഡർ 1 വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? അതവിടെ പെർഫോം ചെയ്യണം. അപ്പോൾ 23 ഞാൻ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 23 2 കൊണ്ട് എനിക്ക് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം 2 times 11 വരുന്ന സമയത്ത് 22 ആണ്. പിന്നെ ഒരു റിമൈൻഡർ 1 വരും. ഒരു 1 കൂടി ആഡ് ചെയ്താൽ അത് 23 ആയിട്ട് മാറത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ റിമൈൻഡർ എത്രയാണ്? സോ ഇതിൽ നമുക്കിപ്പോൾ കിട്ടുന്ന വാല്യൂ 11 എന്ന് കിട്ടും. ബാക്കി റിമൈൻഡർ വന്നിട്ട് അവിടെ ഒരു 1 വരുന്നു. കാരണം 2 into 11 22, 22 plus 1 23 ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 22 plus 1 23 നമുക്ക് എന്ത് കിട്ടുന്നത്? റിസൾട്ട് നമുക്ക് അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 23/2 നമുക്ക് എത്ര കിട്ടും? 11 plus 1 എന്ന് കിട്ടും. സോ 1 അവിടെ ഞാൻ റിമൈൻഡർ ആയിട്ട് മാർക്ക് ചെയ്തു. അടുത്ത് ചെയ്യേണ്ടത് എന്താണ്? അടുത്ത 11. ഓക്കെ, 11/5 ചെയ്യുക. സോറി, 11/2 ചെയ്യുക. 11/2 ചെയ്യുന്ന സമയത്ത് സക്സസീവ് ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 11 2 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 2 times 5 ആണ്. എന്ത് 10 വരും, 10 plus 1 വരും. സോ അവിടെയും റിമൈൻഡർ എന്ത് ചെയ്തു? വരുന്നു. സാധാരണ നമ്മൾ ഡിവിഷൻ ചെയ്യുമ്പോൾ അതല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ 11 5 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 2 എഴുതും, 10 റിമൈൻഡർ 1 കാണിക്കും. ആ റിമൈൻഡർ 1 ആണ് ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? വീണ്ടും 5 കിട്ടി. ഇനി അടുത്ത 5നെ വെച്ച് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നമുക്ക് അവിടെ ദാറ്റ് ഈസ് ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്യണം. കോഷ്യന്റ് 0യും റിമൈൻഡർ 1 ആകുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക? ഈ പ്രോസസ്സ് അവിടെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ 2 എന്ന് വരും. കാരണം 2 into 2 4, 4 plus 1 ആണ് 5 വരുന്നത്. സോ എന്ത് ചെയ്തു? ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് ദ 5/2. 5/2 നമുക്ക് എത്ര കിട്ടും? 2 തന്നെ വരും. 2 into 2 4 plus 1. അവിടെ ഒരു റിമൈൻഡർ 1 നമുക്ക് അവിടെ വരുന്നുണ്ട്. ബാക്കി എന്താണ്? 2/2. 2/2 വരും, 1 വരും. നമുക്ക് എത്ര കിട്ടും? അവിടെ 0 എന്ന് വരും. ഓക്കെ, നമുക്ക് ഇനി 1/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 0 തന്നെ. ഓക്കെ, 0 into 0 plus 1. ഓക്കെ, അപ്പോൾ എന്ത് വരും? 1 ആണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്തു? നമുക്ക് അവിടെ ഇതിന്റെ കോഷ്യന്റ് 0യും റിമൈൻഡർ നമുക്ക് അവിടെ 1 ആയി കഴിഞ്ഞു. സോ നമുക്ക് ഈ പ്രോസസ്സിന് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ബൈനറി നമ്പറിൽ നമ്മളിപ്പോൾ എഴുതുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 110 112 111 എന്ന് എഴുതുവാണ്. ഈ ഒരു ബൈനറി നമ്പറിനെ സംബന്ധിച്ച് ഇതിനെ പറയുന്ന പേര് MSB ആണ്, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയും. ഇതിനെ പറയുന്ന പേര് LSB എന്നാണ്, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. ഓക്കെ, മനസ്സിലായോ? മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റും. ഓക്കെ, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആൻഡ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് MSB വാല്യൂം LSB വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു LSB വാല്യൂം LSB വാല്യൂ MSB വാല്യൂ നമുക്ക് നോക്കാം ഇവിടെ ഏതാണെന്ന്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ താഴെ നിന്ന് മുകളിലോട്ടാണ് എന്ത് ചെയ്യേണ്ടത്? കൗണ്ട് ചെയ്യേണ്ടത്. ഓക്കെ, താഴെ നിന്ന് എന്ത് ചെയ്യുക? മുകളിലോട്ട് അത് കൗണ്ട് ചെയ്യുക. സോ ഇവിടെ വരുന്ന വാല്യൂ എന്താണ്? ഇത് എൻ്റെ LSB വാല്യൂ ആണ്. സോറി, ഇത് എൻ്റെ MSB വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതിയെടുക്കേണ്ടത് ഇങ്ങനെയാണ്: 1 0 1 1 1 0. ഓക്കെ, 1 0 1 1 1 0. മനസ്സിലായോ? ഈ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ എഴുതേണ്ടത്. അതായത് ഈ കിട്ടുന്ന വാല്യൂ ആണ് ഇതിന്റെ MSB വാല്യൂ. ഈ കിട്ടുന്ന വാല്യൂ എന്താണ്? ഇതിന്റെ LSB വാല്യൂ ആണ്. ഓക്കെ, എന്താണ്? LSB വാല്യൂ. ഓക്കെ, MSB വാല്യൂ LSB വാല്യൂ. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക?
ഒരു ഡിവിഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, സക്സസീവ് ആയിട്ട് നമ്മൾ ഡിവിഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇത്രയും ഡിജിറ്റ് വരും. ഡിജിറ്റ് വരുന്നതിൽ നമ്മൾ കോഷ്യന്റ് 0യും റിമൈൻഡർ 1ഉം ആകുന്നവരെ കണ്ടിന്യൂ ചെയ്യുക. പ്രോസസ്സ് അവിടെ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രോസസ് കണ്ടിന്യൂ ചെയ്തിട്ട് അവിടെ കിട്ടുന്ന വാല്യൂസ് എല്ലാം നോട്ട് ചെയ്യുക. നോട്ട് ചെയ്തതിന് ശേഷം അതിൽ MSB വാല്യൂ താഴെയിൽ നിന്നും, ഓക്കെ, ഏറ്റവും ലാസ്റ്റ് നമ്മൾ എവിടെയാണ് ഡിവിഷൻ നിർത്തിയത് അവിടെ നിന്ന് എന്ത് ചെയ്യുക? മുകളിലോട്ട് അതിനെ കൗണ്ട് ചെയ്യുക. ഓക്കെ, കൗണ്ട് ചെയ്യുന്ന സമയം നമുക്കിപ്പോൾ എന്ത് കിട്ടി? 1 0 1 1 0. ഓക്കെ, അപ്പൊ ഇതിൽ ബ്രാക്കറ്റ്സ് കൊടുക്കുക. ബ്രാക്കറ്റ്സ് കൊടുത്തിട്ട് ഇവിടെ ബേസ് 2 എന്ന് കാണിക്കുക. ഇത് എന്തിന് ഇക്വലന്റ് ആണ്? 46 എന്ന് പറയുന്ന അല്ലെങ്കിൽ 46 എന്ന് പറയുന്ന നമ്മുടെ ഒരു ഒരു ഡെസിമൽ നമ്പറിന് എന്താണ് ഇതവിടെ ഈക്വലന്റ് ആണ് നമുക്ക് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് 46 base 10 is equal to 10110 base 2. ഓക്കെ, അതവിടെ ഈക്വൽ ആണ്. ഓക്കെ, അതായത് ഈ ഒരു ഡെസിമലിന്റെ ബൈനറി ഈക്വലന്റ് ആണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഇതുപോലത്തെ മറ്റൊരു കൺവേർഷൻ ആണ്. ഒരു ഡിജിറ്റ് കൂടി നമുക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കൺവേർഷൻ അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ദെൻ അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളടുത്ത് കൺവേർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കൺവേർട്ട് എ ഡെസിമൽ നമ്പർ. ഓക്കെ, കൺവേർട്ട് ഡെസിമൽ നമ്പർ 37. ഓക്കെ, 37 into its binary. ഓക്കെ, ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം 37/2. ഓക്കെ, 37/2 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്ന വാല്യൂ എന്ന് പറയുന്നത്, ഓക്കെ, എന്ത് കിട്ടും? നമ്മൾ 32 ചെയ്യുന്ന സമയത്ത് 32 18 വരും. ഓക്കെ, 18 വരും. പക്ഷേ 36 അല്ലേ വരത്തുള്ളൂ. ഒന്ന് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ റിമൈൻഡർ വരുന്നുണ്ട്. ഓക്കെ, റിമൈൻഡർ വരുന്നുണ്ട്. അപ്പോൾ റിമൈൻഡർ നമുക്ക് അവിടെ 1 ആണ് വരുന്നത്. ഓക്കെ, 1 വരുന്നുണ്ട്. റിമൈൻഡർ 1 വരുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ നമുക്ക് 1 കിട്ടിയല്ലോ. അടുത്ത 18 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 18/2 ചെയ്യുന്നു. 18/2 ചെയ്യുന്ന സമയത്ത് 9 വരുന്നുണ്ട്. 9 ആൻഡ് റിമൈൻഡർ എത്രയാണ്? 0 ആണല്ലോ. റിമൈൻഡർ അവിടെ ഇല്ല. ഓക്കെ, റിമൈൻഡർ ഇല്ല. അടുത്ത് വീണ്ടും 9 വെച്ച് ഡിവൈഡ് ചെയ്യുക. 9/2. ഓക്കെ, അപ്പോൾ 9/2 എന്ത് കിട്ടും? 9/2 നമുക്ക് കിട്ടുന്നത് 4 എന്നാണ്. ഓക്കെ, കാരണം 4 × 2 8, 8 + 1 ആണ് 9 വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എന്ത് പറയാം? ദാറ്റ് ഈസ് നമുക്കവിടെ 1 ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. റിമൈൻഡർ 1. അടുത്ത 4/2 ചെയ്യുക. ഓക്കെ, 4/2. 4/2 വിച്ച് ഇസ് ഈക്വൽ ടു 2 ആണ്. ഈക്വൽ റിമൈൻഡർ നമുക്ക് അവിടെ ഇല്ല. 0 തന്നെ കിട്ടും. സോ അടുത്ത 2/2 ചെയ്യുക. 2/2 ചെയ്യുന്നു. ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് 1. ഓക്കെ, ആൻഡ് റിമൈൻഡർ എത്രയാണ്? 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നടത്താൻ പറ്റത്തില്ല. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഒന്നുകൂടി ഡിവിഷൻ പെർഫോം ചെയ്യുക. ഡിവിഷൻ പെർഫോം ചെയ്യുമ്പോൾ നമുക്കിവിടെ കോഷ്യന്റ് 0യും റിമൈൻഡർ 1ഉം ആക്കണം. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം നമുക്ക് ആ ഒരു MSB വാല്യൂ, ഓക്കെ, MSB വാല്യൂ നമുക്കിവിടെ കൊടുക്കണമല്ലോ. അപ്പോൾ MSB വാല്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് താഴ്ന്ന മുകളിലോട്ട് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, MSB വാല്യൂ. അപ്പോൾ MSB ഒരിക്കലും 0 ആവാനായിട്ട് പാടില്ല. അവിടെ 1 ആണ് വരേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്കവിടെ 1 വരെ നിർത്താൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇത് വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോകേണ്ടതായിട്ട് വരും. മനസ്സിലായോ? ഇവിടെ ഈ 1 കിട്ടുമ്പോൾ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ നിന്ന് എഴുതി പോയാലും സെയിം റിസൾട്ട് ആയിരിക്കും. പക്ഷേ അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വെച്ച് നിങ്ങൾക്ക് റിമൈൻഡർ 1 എത്തുമ്പോൾ അല്ലെങ്കിൽ കോഷൻ 1 എത്തുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് കൗണ്ട് ചെയ്ത് പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതൊരു മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ലാസ്റ്റ് നമ്മളിവിടെ 0 എന്നും അതിന്റെ ആ റിമൈൻഡറിനെ 1 ആക്കി നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് വെച്ചുകൊണ്ട് തന്നെ താഴെ നിന്ന് മുകളിലോട്ട് കൗണ്ട് ചെയ്യുക. എന്ത് കിട്ടും? ഇവിടുന്ന് മുകളിൽ പോകുന്ന സമയത്ത് ദാറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് നമ്മുടെ നമ്പർ 37 ആയിരുന്നു. 37 to the base 10. ഓക്കെ, ബേസ് 10 ആണ്. വിച്ച് ഇസ് ഈക്വലന്റ് ടു 1 0 0 1 0 1. ഓക്കെ, ഇതിനെന്താണ്? ടു ദ ബേസ് 2. അതിനവിടെ ഈക്വലന്റ് ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു 37 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പറിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? നമ്മുടെ ഒരു ബൈനറി നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്ത് കിട്ടിയ ബൈനറി നമ്പർ 1 0 0 1 0 1 എന്നാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. സാധാരണ ഒരു ഡെസിമൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സാധാരണ ഒരു ഡെസിമൽ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതായത് ഇൻറ്റീജർ പാർട്ട് മാത്രം ഉള്ളതിലാണെങ്കിൽ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് അവിടെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതില് നമുക്ക് ചില സമയങ്ങളിൽ ഇന്റിജർ പാർട്ട് മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഡെസിമൽ പാർട്ട് കൂടി വരാം. ഓക്കെ, എന്ത് ചെയ്യും? നമുക്കവിടെ ഡെസിമൽ എന്ത് ചെയ്യും? അവിടെ വരാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ എന്തെങ്കിലും വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിപ്പോ നമുക്ക് ഒരു ഡെസിമൽ നമ്പറാണ്, ഫ്രാക്ഷൻ ആണ്. ഓക്കെ, ഫ്രാക്ഷൻ പാർട്ട് കൺവേർഷൻ. എന്താ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്? ഫ്രാക്ഷണൽ പാർട്ട് കൺവേർഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഫ്രാക്ഷണൽ പാർട്ട് എന്ത് ചെയ്ത് കൺവേർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുൻപേ ഒരു ഹോൾ നമ്പറിനെ കൺവേർട്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ 36, 25, 12 ഇത് ഹോൾ നമ്പറിനെ കൺവേർട്ട് ചെയ്ത സമയത്ത് നമ്മൾ സക്സസീവ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, എന്ത് ചെയ്തു? ഡിവിഷൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഇതൊരു ഫ്രാക്ഷണൽ പാർട്ട് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ എനിക്ക് കിട്ടുന്ന ഇപ്പോൾ ഒരു 0.375 എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷണൽ നമ്പറാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫ്രാക്ഷൻ നമ്പർ ആണ്, അല്ലെങ്കിൽ ഒരു 0.127 എന്നൊരു ഫ്രാക്ഷൻ നമ്പർ, അല്ലെങ്കിൽ 0.867 ഒരു ഫ്രാക്ഷൻ നമ്പർ. ഓക്കെ, ഇതുപോലത്തെ ഫ്രാക്ഷൻ നമ്പർ ആണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ പോയിന്റ് വാല്യൂസ് ആണ് കിട്ടുന്നതെങ്കിൽ, അപ്പോൾ അങ്ങനത്തെ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലത്തെ വാല്യൂസ് വരുന്ന സമയത്ത് ഫ്രാക്ഷൻ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ മൾട്ടിപ്ലൈ വിത്ത് 2. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഹോൾ നമ്പറിൽ എന്ത് ചെയ്തോ അതിന്റെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക? ഈ ഫ്രാക്ഷൻ പാർട്ട് കിട്ടുന്ന സമയത്ത് അവിടെ ചെയ്യുക. ഓക്കെ, ടേക്കിംഗ് ദ ഫ്രാക്ഷൻ പാർട്ട്. ഓക്കെ, മൾട്ടിപ്ലൈ ദ ഫ്രാക്ഷൻ ബൈ 2. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലൈ ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഫസ്റ്റത്തെ എക്സാമ്പിൾ തന്നെ പറയുവാണ്. 0.375. ഓക്കെ, 0.375 ഇൻറ്റു 2 ചെയ്യുവാണ്. ഓക്കെ, 0.375 ഇൻറ്റു 2 ചെയ്യുന്നു. അപ്പോൾ 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ കിട്ടുന്ന വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്യുന്ന വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.750. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെക്ക് ചെയ്യേണ്ടത്, ഇവിടെ ഇപ്പോൾ നമുക്ക് എന്ത് വാല്യൂ വന്നു എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഈ ഡെസിമലിന്റെ മുൻപേ വരുന്ന നമ്മൾ ഇന്റിജർ പാർട്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇന്റിജർ പാർട്ട് എന്തെങ്കിലും ജനറേറ്റ് ചെയ്തോ? ഇന്റീജേഴ്സ് എന്തെങ്കിലും ജനറേറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഒന്നാമത്തെ കേസിൽ ഇവിടെ യാതൊരു ഇന്റീജറും ജനറേറ്റ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അതിനവിടെ നമുക്ക് 0 എന്ന് എഴുതാം. മനസ്സിലായോ? ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? ഇന്റീജർ പാർട്ട് ഒന്നും ജനറേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഇന്റീജർ ഞാൻ അവിടെ 0 എന്ന് കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ 0.375 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു 0.750 കിട്ടുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ഇന്റീജർ പാർട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അവിടെ യാതൊരു ഇന്റീജർ പാർട്ടും വന്നിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അവിടെ 0 എന്ന് കൊടുക്കുവാണ്. ഇനി അടുത്ത് വീണ്ടും ഇത് തന്നെ എടുക്കുക. ഓക്കെ, ഈ വാല്യൂ ഇവിടെ കൊണ്ടുവരിക. വന്നതിന് ശേഷം എന്ത് ചെയ്യുക? വീണ്ടും അവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്തുകൊണ്ട് തന്നെയാണ്? 2 കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ 0.750 ഇൻറ്റു 2 ചെയ്യുന്നു. ഓക്കെ, ഇൻറ്റു 2 ചെയ്യുന്നു. ആ ഒരു സമയത്ത് എത്ര കിട്ടും? ഇവിടെ കിട്ടുന്ന വാല്യൂ വന്നിട്ട് 1.500 എന്നാണ്. ഓക്കെ, എന്താ കിട്ടുന്നത്? 1.500. അപ്പോൾ 1.500 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1.5, ഓക്കെ, 1.5 എന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നു. സോ ഇവിടെ നമുക്കിപ്പോൾ ഒരു ഇന്റിജർ പാർട്ട് ഉണ്ട്. ആ ഇന്റിജർ പാർട്ടിന് എന്ത് ചെയ്യുക? അതുപോലെ ഇവിടെ എഴുതുക. ഓക്കെ, ഇന്റിജർ പാർട്ട് 1 ആണ്. സോ ഇന്റിജർ പാർട്ട് ഞാൻ എന്ത് ചെയ്തു? അതുപോലെ എടുത്ത് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ എന്ത് ചെയ്തു? അതിനവിടെ നോട്ട് ചെയ്തു. ഇനി അടുത്ത് ഇതിന്റെ ഡെസിമൽ പാർട്ട് മാത്രം എടുക്കുക. ഓക്കെ, ഇന്റിജർ പാർട്ട് എടുത്തു, അതിനവിടെ റൈറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക? വീണ്ടും ഈ ഒരു പാർട്ട് പോയിന്റ് വാല്യൂ മാത്രം, ഫ്രാക്ഷൻ പാർട്ട് മാത്രം എടുക്കുക. അതിന് വീണ്ടും എന്ത് ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 0.5 ഇൻറ്റു 2 വീണ്ടും ചെയ്യുന്നുണ്ട്. എത്ര കിട്ടും ആൻസർ? ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് 1. ഓക്കെ, 1 എന്ന് ഒബ്റ്റെയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി 1 ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ട? അവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ട. കാരണം അവിടെ 0.00 അല്ലേ, ചെയ്യാൻ 0 തന്നെ വന്നുകൊണ്ടിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യേണ്ട? ആ 1 കൂടി ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ നോട്ട് ചെയ്യുക. മനസ്സിലായോ? എന്ത് ചെയ്തു? അതവിടെ നോട്ട് ചെയ്യണം. അപ്പൊ ഇതില് നമ്മളിപ്പോ തിരിച്ചല്ലേ ചെയ്തത്? നേരത്തെ ചെയ്ത പ്രോസസ്സിന്റെ ജസ്റ്റ് റിവേഴ്സ് പ്രോസസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടാണ് എന്ത് ചെയ്യുന്നത്? കൗണ്ട് ചെയ്തെടുക്കുന്നത്. തൊട്ട് മുൻപേ ചെയ്തതിൽ താഴെ നിന്ന് മുകളിലോട്ട് പോയി, അതായത് താഴെയുള്ള വാല്യൂ ആയിരുന്നു അവിടുത്തെ MSB വാല്യൂ. ഓക്കെ, MSB വാല്യൂ ഇതായിരുന്നു അവിടുത്തെ LSB വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ എഴുതി 1 0 0 1 0 1 ടു ദ ബേസ് 2 എന്നാണ് എഴുതിയത്. ബട്ട് ഇപ്പോഴത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ തിരിച്ചാണ് എടുക്കേണ്ടത്. അതായത് ഇവിടെ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് മുകളിൽ നിന്നും താഴോട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവിടെ നോക്കുക. ഓക്കെ, മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ നമ്മൾ 0 നോക്കത്തില്ല, 0 എടുക്കത്തില്ല. സോ 0.11 എന്നാണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം 0 എഴുതാൻ പറ്റില്ല. സോ നമ്മൾ 1 എന്ന രീതിയിൽ നമ്മൾ അവിടെ കൊടുക്കുന്നത് 0.11 ആണ് എൻ്റെ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, മുകളിൽ നിന്നും താഴോട്ട് എന്ത് ചെയ്യണം? നമ്മളത് എഴുതണം. ഓക്കെ ആണോ? അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഇസ് കോൾഡ് ഫ്രാക്ഷൻ പാർട്ട് കൺവേർഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ 0.375 എന്ന് പറയുന്ന ഈ ഒരു ഡെസിമൽ നമ്പറിന്, അല്ലെങ്കിൽ ഡെസിമൽ ഫ്രാക്ഷന് ഇക്വലന്റ് ആയിട്ട് വരുന്ന ബൈനറി ഫ്രാക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത്? ഒരു 0.11 ദ ബേസ് 2 എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് എക്സാമ്പിൾ, ദാറ്റ് ഈസ്
ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കൺവേർട്ട് ഏത് നമ്പറാണ്, ഒരു 0.6875. ഓക്കെ, 6875 എന്ന നമ്പർ ഞാൻ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇതിന് എനിക്ക് എന്ത് ചെയ്യണം, ഐ ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻടു എ ബൈനറി ഇക്വലന്റ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സ്റ്റെപ്പ് ചിന്തിക്കുക, ഇതുപോലത്തെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും, ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുപോലെ ഞാൻ ചെയ്യുന്നു 0.6875. ഓക്കെ, 0.6875 ഇൻറ്റു 2 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 1.375 എന്ന് കിട്ടും. ഓക്കെ, എത്രയാണ്, 1.375. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഇൻഡിജേഴ്സ് ജനറേറ്റ് ചെയ്തോ, ഇൻഡിജേഴ്സ് ജനറേറ്റ് ചെയ്തോ എന്ന് നോക്കുക. ഓക്കെ, ഇൻഡിജേഴ്സ് ജനറേറ്റ് ചെയ്തോ എന്ന് നോക്കുക. അപ്പൊ അതിൽ ഇൻഡിജേഴ്സ് ജനറേറ്റ് ചെയ്തുവെങ്കിൽ ഓക്കെ, നമുക്ക് എന്തിനാ അവിടെ എഴുതണം, ഇവിടെ ഇൻഡിജേഴ്സ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇൻഡിജേഴ്സ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് എത്ര കിട്ടും, ദാറ്റ് ഈസ് അവിടെ കിട്ടുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എന്നാണ്. ഓക്കെ, ഇൻഡിജർ നമുക്ക് കിട്ടി, എത്രയാണ്, 1 ആണ് എന്ത് ചെയ്ത് അവിടെ ജനറേറ്റ് ചെയ്തത്. അപ്പോൾ അടുത്ത് ബാക്കി എന്ത് ചെയ്യണം, ഇൻഡിജറിനെ അവിടെ വെച്ചേക്കുക, നമ്മൾ അതിന്റെ വീണ്ടും ഫ്രാക്ഷൻ പാർട്ട് മാത്രം എടുക്കുക. ഓക്കെ, ഫ്രാക്ഷൻ പാർട്ട് മാത്രം എടുക്കുന്നു. ഫ്രാക്ഷൻ പാർട്ട് മാത്രം എടുക്കുമ്പോൾ എത്ര കിട്ടും, ഇവിടുത്തെ ഫ്രാക്ഷൻ പാർട്ട് ദാറ്റ് ഇസ് 0.375. ഓക്കെ, 0.375 ഇൻറ്റു 2 ചെയ്യുക. 2 ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, ദാറ്റ് ഈസ് 0.375 ആണ് നമ്മൾ നേരത്തെ ചെയ്ത വാല്യൂ അല്ലേ 0.375 ഉണ്ടോ. അപ്പോൾ അതിന്റെ ബാക്കി അതുപോലെ വരും, ദാറ്റ് ഈസ് 0.75 എന്ന് വരും. ഇൻഡിജർ പാർട്ടൊന്നും ഇല്ല, അതവിടെ 0 ആണ്. അടുത്ത എന്താണ്, 0.75 ഇൻറ്റു 2. ഓക്കെ, 0.75 ഇൻറ്റു 2 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1.5 ആണ്. ഓക്കെ, 1.5 കിട്ടും. 1 വരുന്നുണ്ട്, ബാക്കി എന്ത് വരുന്നുണ്ട്, ദാറ്റ് ഈസ് 0.5 ഇൻറ്റു 2. ഓക്കെ, 0.5 ഇൻറ്റു 2 വരുന്നു. 0.5 ഇൻറ്റു 2 വരുന്ന സമയത്ത് എന്ത് കിട്ടും, 0.5 ഇൻറ്റു 2 0.5 ഇൻറ്റു 2 എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു 1 വരും. ഓക്കെ, അത് അവിടെ 1 അതുപോലെ എഴുതുക, 1.00 എന്ന. സോ അത് മാത്രം എഴുതുന്നു, മുകളിൽ നിന്ന് താഴോട്ട് കൗണ്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും വാല്യൂ, ദാറ്റ് ഈസ് മുകളിൽ താഴോട്ടല്ലേ 1 0 1 1 കണ്ടോ. ഇവിടെ ഫസ്റ്റ് 1 വന്നാൽ MSB വാല്യൂ എപ്പോഴും 1 ആയിരിക്കണം. 1ൽ താഴോട്ട് നമ്മൾ എന്ത് ചെയ്തില്ല, അത് അവിടെ എടുക്കത്തില്ല. 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത് എഴുതാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അത് നമ്മളത് ഒബ്റ്റെയിൻ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, പോയിന്റ് കൂടി കൊടുക്കണം കേട്ടോ, ആൻസർ എഴുതുമ്പോൾ ഇങ്ങനെ 0.10110 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അതാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അത് ക്ലിയർ ആണല്ലോ, കൺവേർഷൻ. ഇനി ഇതിൽ മിക്സഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അതായത് ഒരു ഇൻഡിജർ പാർട്ടും ഒരു ഫ്രാക്ഷൻ പാർട്ടും. ഓക്കെ, ഒരു ഹോൾ നമ്പർ പാർട്ടും ഒരു ഫ്രാക്ഷൻ. ഇപ്പോൾ 13.85 ഇങ്ങനെ വന്നാൽ വേറെ ഒന്നും ചെയ്യണ്ട, ഇതിനെ രണ്ടായിട്ട് ആദ്യം സ്പ്ലിറ്റ് ചെയ്യുക. 13 ആദ്യം എഴുതുക, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അടുത്ത 0.85 എഴുതുക, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ഇതിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും, സക്സസീവ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഡിവൈഡ് ബൈ 2, അപ്പോൾ 6 വരും. 12 പ്ലസ് 1 വരും. അടുത്ത് 6/2 വരും. 6/2 0 ആണ്. അടുത്ത് എന്ത് വരും, 3/2. ഓക്കെ, ഇവിടെ 3 വരും. 3/2 നമുക്ക് 1 വരും. 1 അടുത്ത് 1/2 0 1. ഓക്കെ, അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട്. ഓക്കെ, മുകളിൽ താഴോട്ടല്ലേ വരയ്ക്കേണ്ടേ, സോറി, താഴെ നിന്ന് മുകളിലോട്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ഇൻഡിജർ പാർട്ട് അല്ലേ, താഴെ നിന്ന് മുകളിലോട്ട്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റിൽ അത് മിസ്റ്റേക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ടെക്സ്റ്റിൽ ആൻസർ കൊടുത്തിരിക്കുന്നത് കറക്റ്റാ, പക്ഷെ അതിൽ വരച്ചിരിക്കുന്ന ഡയറക്ഷൻ തെറ്റാണ്. നിങ്ങളൊന്ന് അത് നോക്കിക്കൊള്ളണേ. ഓക്കെ, അവിടെ നമുക്കപ്പോൾ 13 എന്ന് പറയുന്ന നമ്പറിന് ഈക്വലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ 1101 ടു ദ ബേസ് 2. ഓക്കെ, 1101 ടു ദ ബേസ് 2 നമുക്ക് എന്ത് ചെയ്തു, അവിടെ ഒബ്റ്റെയിൻ ചെയ്തു, 1101 ടു ദ ബേസ് 2. പിന്നെ എന്തുണ്ട് അവിടെ നമുക്ക് ഒരു 85. ഓക്കെ, 85 നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് ചെയ്യേണ്ടി വരും, കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ സക്സസീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ മൾട്ടിപ്ലിക്കേഷൻ പെർഫോംസിൽ വരും. അപ്പോൾ 0.85 ഇൻറ്റു 2. ഓക്കെ, 0.85 ഇൻറ്റു 2 വരും. 0.85 ഇൻറ്റു 2 എത്ര കിട്ടുന്നത്, 1.7 കിട്ടും. ഓക്കെ, 1.7. അപ്പോൾ 1 അവിടെ എഴുതുക, 0.7 ഇവിടെ എടുക്കുക, അപ്പോൾ ഇൻറ്റു 2. ഓക്കെ, 0.7 ഇൻറ്റു 2. 0.7 ഇൻറ്റു 2 ചെയ്യുന്ന സമയത്ത് വീണ്ടും അവിടെ നമുക്ക് 1.4 ആണ് വരുന്നത്. അപ്പോൾ വീണ്ടും 1 വരും, 0.4 ഇവിടെ വരും, ഇൻറ്റു 2. 0.4 ഇൻറ്റു 2 ചെയ്യുന്ന സമയത്ത് 0.8 വരും. ഓക്കെ, എന്ത് ചെയ്യാം, 0 വീണ്ടും 0.8 ഇൻറ്റു 2. ഓക്കെ, ഇനി എന്ത് എഴുതിക്കോ, ഇതുപോലെ എന്ത് ചെയ്യും, ഇങ്ങനെ പോകും. ഓക്കെ, നമുക്ക് അടുത്ത് ആൻസർ എഴുതുമ്പോൾ
ഈ 0.85 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്സ്റ്റിൽ 0.25 കൊടുത്തിരിക്കുന്നത്, ഞാൻ ഇപ്പോൾ എഴുതിയിട്ടുള്ള 85. ഓക്കെ, കൊടുക്കുന്ന സമയത്ത് 110. നമുക്ക് ഇങ്ങോട്ട് എത്ര നമ്പർ വേണം പോവാം. ഓക്കെ, അവിടെ ഒരുപാട് നമ്പർ പൊയ്ക്കൊണ്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾ ഒരു 2-3 നമ്പർ എത്തുന്ന സമയത്ത് അവിടെ നിർത്തിയാൽ മതി. ഓക്കെ, ഒരുപാട് പോകണമെന്നില്ല, അവിടെ എന്ത് ചെയ്യാം, അവിടെ വെച്ച് നിർത്തുക. നമുക്കിത് പോയിന്റ് വാല്യൂ അല്ലേ. ഓക്കെ, അപ്പോൾ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്ന ആൻസർ എഴുതിയാൽ മതി. അതായത് 13.85 എന്ന് പറഞ്ഞ ഈ ഒരു നമ്മുടെ ബൈനറി നമ്പറിന്റെ ഡെസിമൽ നമ്പറിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് 1101.110. ഓക്കെ, നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡെസിമൽ ഫ്രാക്ഷനെയോ അല്ലെങ്കിൽ സാധാരണ ഒരു ഡെസിമൽ നമ്പറിനെയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക് കറക്റ്റ് നോക്കുക. നമ്മൾ ബൈനറി നമ്പറിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, നോർമലി ഒരു ബൈനറി നമ്പറിനെ ഡെസിമൽ നമുക്ക് അറിയാലോ, അത് തൊട്ട് മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത്. ഓക്കെ, എന്ത് ചെയ്യണം, സക്സസീവ് ആയിട്ട് നമ്മൾ അതിനെ 2ന്റെ പവേഴ്സ് കൊണ്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഏത് നമ്പറാണ് നമുക്ക് തരുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ സോൾവ് ചെയ്ത് എടുക്കുക. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അതിന്റെ ആൻസർ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഞാൻ ഡിസ്കസ് ചെയ്യാം. 11001 to the base 2. ഓക്കെ, ഈ ഒരു നമ്പറിന് എന്ത് ചെയ്യണം, എനിക്ക് അതിന്റെ ഡെസിമൽ ഫോം കണ്ടുപിടിക്കണം എത്രയാണെന്ന്. ഇത് ഏറ്റവും എളുപ്പം നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക ആദ്യം ഇതിനെ. 110011. ഓക്കെ, എഴുതുന്ന സമയത്ത് നമ്പർ ഒന്നും മിസ്സായി പോകില്ല, എങ്കിൽ പിന്നെ ആൻസർ കംപ്ലീറ്റ്ലി തെറ്റും. ഓക്കെ, 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 4, 2 raised to 3, 2 raised to 2 raised to 3, 2 raised to 4, 2 raised to 5. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും, ദാറ്റ് ഈസ് 1 into 2 to the power 0 plus 1 into 2 to the power 1 plus 0 into 2 square. ഓക്കെ, 0 into 2 square plus 0 into 2 cube plus 1 into 2 raised to 4 plus 1 into 2 raised to 5. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 32 plus 16 plus 0 plus 0 plus 2 plus 1. ഓക്കെ, ഇതാണ് ആൻസർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു 51 to the base 10 എന്ന് കിട്ടും. ഓക്കെ, 51 ആണ് ഇതിന്റെ ആൻസർ. 3 ആഡ് ചെയ്യുന്ന സമയത്ത് 51 വരും. 2 plus 1 3. ഓക്കെ, 51 ആണ് എന്ത് ചെയ്യുന്നത് അവിടെ, 35ഉം 16 51 വരും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് ഏതാണ്, നമ്മുടെ ഒരു ബൈനറി നമ്പറിനെ എങ്ങനെ ഡെസിമലിലോട്ട് മാറ്റാം, ഒരു ഡെസിമലിനെ എങ്ങനെ ബൈനറിയിലോട്ട് മാറ്റാം എന്നാണ് നമ്മൾ എന്ത് ചെയ്തത് അവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് കറക്റ്റ് ആയിട്ട് നോക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അവിടെ ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.